ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിത് ബീച്ചിലാണുള്ളത്. നമ്മുടെ കോഴിക്കോട് ബേപ്പൂര് പുളിമൂട്ട് ബീച്ചിലാണ് കേട്ടോ ഉള്ളത്. രാവിലെയാണ്, ഞങ്ങൾ 6:30 ഇറങ്ങിയിട്ടുണ്ട്. എത്താൻ വേണ്ടിയിട്ട് 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതേ നല്ല മഴക്കാറുണ്ട്. ഞങ്ങൾക്ക് എന്തായാലും മഴ കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ, നല്ല രസമുണ്ട് ക്ലൈമറ്റൊക്കെ. രാവിലെ പല കാഴ്ചകളുണ്ട് കേട്ടോ. മീൻ പിടിക്കാൻ വരുന്നവരാണ് അധികം ഉള്ളത്. അപ്പോൾ ഇതേ ഒരാൾ കണ്ടോ, ഒരുപാട് നേരം മുങ്ങി കിടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് നേരം നിന്നു. വീഡിയോ അത്രയും ലെങ്ത്തിൽ ഇടാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഷോർട്ടാക്കിയത്. ഇദ്ദേഹമാണ് കേട്ടോ മുങ്ങിയത്. അപ്പോൾ എന്താ പിടിച്ചതെന്ന് അറിയോ? ഞണ്ടാണ്. ഈ കവറിലൊക്കെ ഉള്ളത് ഞണ്ടാണ് കേട്ടോ. ഇത്രയും ഞണ്ടിനെ അവർ പിടിച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല ജീവനുള്ള ഞണ്ടാണ്. ഞാൻ തൊട്ടൊക്കെ നോക്കി, പക്ഷേ പേടിയുണ്ടായിരുന്നു ഇറുക്കോ എന്നുള്ളത്. നമുക്കിത് പിടിച്ചിട്ടൊന്നുള്ള പരിചയമില്ലല്ലോ അല്ലേ. അപ്പോൾ ഇത് ഞങ്ങളെ കൂടെ ഉള്ളത് അനിയത്തീൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയന്മാരാണ് കേട്ടോ, കസിൻസാണ്. അപ്പം ഞാൻ അവരുടെ കൂടെ പോയതാണ്. അവരെല്ലാ സൺഡേയും ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ബീച്ചിൽ പോവലുണ്ട്. അപ്പം ഞാനിങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും കൂടി ഒരു ദിവസം വരും കേട്ടോ എന്ന്. അങ്ങനെ എന്നെ കൂട്ടിയതാണ്. ഇതേ ഒരു കപ്പൽ വരുന്നുണ്ട് കേട്ടോ. ഇതെന്ത് സർവീസിനുള്ളതെന്ന് അറിയില്ല. കുറേ കാറൊക്കെ ഉണ്ട് കേട്ടോ കപ്പലിൻ്റെ ഉള്ളിൽ. അപ്പോൾ നല്ല ഹരമാണ് കേട്ടോ ശരിക്കും. അവർ പോകുന്ന വെറുതെ അല്ല, കാരണം രാവിലത്തെ ആ ഒരു ക്ലൈമറ്റും, ഞാനൊക്കെ എപ്പോഴും രാത്രിയാണ് പോകുന്നത്. അപ്പം രാവിലത്തെ ആ ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഇനിയും പോകണം എന്നുണ്ട്, പറ്റുമെന്നൊന്നും അറിയില്ല. ഞങ്ങൾ തിരിച്ച് വരികയാണ്. ആ സമയത്ത് കണ്ട കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. ഇതെൻ്റെ ഒരു ഡോൾഫിൻ എന്തോ കല്ലിൻ്റെ മുകളിലേക്ക് ചാടിപ്പോയി തെറ്റാനായിരിക്കും. അത് ചത്ത് കിടക്കുന്നുണ്ട്. കുറേ ദിവസമായി തോന്നുന്നു കേട്ടോ, കാരണം ചീർത്ത് പോയിട്ടുണ്ട്. ലച്ചുമോൾ ഇവിടെ വരുമ്പം ബീച്ചിലേക്ക് വരുന്ന സമയത്ത് പറഞ്ഞത് കളിക്കാന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് അവൾ വന്നത് കേട്ടോ. അപ്പോൾ ബീച്ചിൽ നിന്ന് കളിക്കുന്ന സാധനങ്ങളൊക്കെ അവളെടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ബാഗിലാക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. എനിക്ക് ഇവിടെ നിന്ന് ഒരു കടൽപ്പുറ്റ് പോലെ ഒരു സാധനം കിട്ടിയിട്ടോ. ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു, പക്ഷേ കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ട് അത് എടുത്തില്ല. മോളിതേ കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവൾ അങ്ങനെ ആരെ കൂടെയും സെറ്റ് ആവില്ല, പക്ഷെ കളിക്കാനായതുകൊണ്ടായിരിക്കും എല്ലാവരും കളിക്കാനൊക്കെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പൂഴി എനിക്ക് അത്ര സേഫായിട്ട് തോന്നിയിട്ടില്ല, കാരണം ഒരുപാട് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാൻ പറ്റാവുന്ന ഒരു സാഹചര്യമല്ല. പക്ഷേ അവൾ അത്ര ആഗ്രഹിച്ച സാധനമൊക്കെ കൊണ്ടുവന്നത് കൊണ്ട് കുറച്ച് നേരം കളിച്ചോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ അപ്പോഴേക്ക് നല്ല മഴ പെയ്തു. നല്ല രീതിയിൽ കുറച്ച് ദിവസമായിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കോട്ടൊക്കെ എടുത്തിട്ടാണ് വന്നത്. ഞാൻ മാത്രമാണ് ഗൈസ് കോട്ട് എടുക്കാതെ വന്നത് കേട്ടോ. എൻ്റെ കയ്യിൽ കോട്ടില്ലായിരുന്നു. കോട്ട് ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ എടുത്തില്ല. അതുകൊണ്ട് മഴ ഫുള്ള് കൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ വന്നത്. എല്ലാവരും ഞങ്ങൾ ഇറങ്ങി പോകുന്ന വഴിക്ക് നല്ല തണുപ്പും മഴയൊക്കെ അല്ലേ. അപ്പം ആ ഒരു തണുപ്പത്ത് കുറച്ച് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ അതേ പഴംപൊരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വാങ്ങി നല്ല ചൂടുള്ള ചായയും കുടിച്ച് സെറ്റായതിനു ശേഷം വീണ്ടും ഞാൻ മഴ കൊണ്ടിട്ട് പോയി. അവരൊക്കെ കോട്ടിട്ടിട്ട് പോയി. കോട്ടൊന്നും അഴിച്ച് വെക്കാണ്ട് കോട്ടൊക്കെ ഇട്ടിട്ടാണ് ഹോട്ടലിൽ കയറിയത് കേട്ടോ. അവർ പറഞ്ഞതാണ് ഞങ്ങളോട് അയക്കേണ്ട, കയറിക്കോളൂ എന്ന്. അങ്ങനെ ഞങ്ങൾ കയറിയിരിക്കണമെന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ ഞങ്ങൾ ബീച്ചിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നല്ലൊരു ഞായറാഴ്ചയായിരുന്നു എൻ്റെ ലൈഫിൽ. എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ രാവിലെ തന്നെ ഇത്ര നേരത്തെ ബീച്ചിലേക്ക് പോണത്. അല്ലാതെ പോയിട്ടുണ്ട്, പക്ഷേ ബീച്ചിലേക്കായിട്ടൊന്നും പോയതല്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇന്നത്തെ ദിവസം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ടാറ്റ, ബൈ ബൈ.